കുടിവെള്ളം ചുമന്നു പോകുന്നതിനിടെ 54-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചെന്ന ആരോപണം വരുന്നു. മണക്കാട് സ്വദേശി സതീഷ് കുമാറാണ് മരിച്ചത്. ബക്കറ്റിൽ വെള്ളമെടുത്ത് വീടിന്റെ മുകൾ നിലയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു മരണം. വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമമാണ് തിരുവനന്തപുരം നഗരം കഴിഞ്ഞ 4 ദിവസമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 100 വാർഡുകളുള്ള കോർപ്പറേഷന്റെ 44 വാർഡുകൾ, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഏകദേശം പകുതിയോളം ഭാഗവും ഈ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് 2 ദിവസം മുമ്പ് മണക്കാട് പടന്നാവ് ലൈനിൽ ഒരാൾ 52 വയസ്സുള്ള ഒരാൾ മരണപ്പെടുന്നത്. പുള്ളി 2 ബക്കറ്റ് വെള്ളം എടുത്ത് മോളിൽ പോയി, 2ാമത്തെ നിലയിൽ പോയി ശ്വാസം മുട്ടി അവിടെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് അസ്വസ്ഥത വന്ന് PRS വെച്ച് മരിച്ചു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഈ കുടിവെള്ളമില്ലാത്ത പ്രശ്നം, അതെ, കുടിവെള്ളത്തിന്റെ പ്രശ്നം. മുകളിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് പുള്ളി എടുത്തോണ്ട് പോയി, ബക്കറ്റ് എടുത്തോണ്ട് മോളിൽ കൊണ്ടുവന്ന് താഴെ ഇരുന്ന് കുഴഞ്ഞു വീഴുന്ന ഭാര്യയുടെ മക്കളെ മുമ്പ് വെച്ച് മരിക്കുകയുണ്ടായി. അതൊക്കെ വല്ലാത്തൊരു സംഘടനയാണ്. ഇന്നലെ സംഭവിച്ചതാണിത്. മധ്യവയസ്കർ പോലും അല്ലെങ്കിൽ ഈ വെയിറ്റുകളൊന്നും എടുക്കാൻ പാടില്ലാത്ത ആൾക്കാരുൾപ്പെടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ സമീപത്തെ വീടുകളിൽ നിന്ന് ഈ വെള്ളം ചുമന്നുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അവർ അതിന് ബാധ്യസ്ഥരാവുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു അനാസ്ഥ കാരണം ഇപ്പോൾ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് നാട്ടുകാർ പോലും പറയുന്നത്. കാരണം എന്ന് പറയുന്നത് പുള്ളി രണ്ട് തൊട്ടി വെള്ളം എടുത്തുകൊണ്ട് മോളിൽ കൊണ്ടുപോയതാണ് പ്രധാന കാരണം. അപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടല്ലേ പുള്ളി ഇവിടെ ചുമന്നുകൊണ്ട് മോളിൽ കൊണ്ടുപോകുന്നത്. ആ ഒരു രീതിയാണ് സംഭവം നടന്നത്. പടന്നാവ് ലൈനിന്റെ റെസിഡൻസ് അസോസിയേഷനിൽ സംസാരിച്ചപ്പോൾ അവരാണ് നമ്മോട് ഇക്കാര്യം പറഞ്ഞത്. ഇത്തരത്തിൽ ഒരാൾ ഇവിടെ മരണപ്പെട്ടു എന്നുള്ള കാര്യം അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇവരുടെ വീട്ടിലേക്ക്, ഈ പടന്നാവ് ലൈനിലുള്ള ഇവരുടെ വീട്ടിലേക്ക് ചെന്നതും. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഈ മരിച്ചയാളുടെ, അതായത് സതീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ അമ്മ പോലും ഈ ഒരു കാര്യം ശരിവയ്ക്കുന്ന രീതിയിലാണ് നമ്മോട് സംസാരിച്ചത്. വെള്ളം അപ്പുറത്തുനിന്നാണ് എടുത്തത്, കുഴലിട്ട്. അങ്ങനെ ആ വെള്ളം ബക്കറ്റിൽ 2-3 തൊട്ടി വെള്ളം കൊണ്ട് കയറി. അതിന് ശേഷമാണ് വെപ്രാളം ഉണ്ടായി ഉള്ള ഇതിൽ വന്നത്. കുടിവെള്ളം ചുമന്നുകൊണ്ട് പോയതാണ്. അതാണ് ഇതിൻ്റെ 54 വയസ്സിനകത്തായാലും. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അതുപോലും ഇവിടുത്തെ തലസ്ഥാനവാസികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.